They said it's Real Sociedad, but ഒരു കിടിലൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം റയൽ മാഡ്രിഡിന്റെ ഭാഗത്തുനിന്ന്. ഒരു തോൽവി നമ്മൾ കണ്ടാണ് ബാഴ്സലോണ 2-1. അത് മാത്രമല്ല ഗോൺസാലോ ഗാർസിയുടെ ആ ഒരു ഫിനിഷ് എടുത്തു പറയണം. ആളെന്താ പറയാ, അടുത്തൊരു പെർഫെക്റ്റ് നമ്പർ 9 എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ എബിലിറ്റിയും ഉണ്ട്, ഹെഡർ ഉണ്ട്, അതുപോലെ ഫസ്റ്റ് ടൈം ഷോട്ട് എല്ലാം കൊണ്ടും ഈ റയൽ മാഡ്രിഡ് യൂത്ത് അക്കാഡമി പ്ലെയറിൽ നിന്ന് വന്ന ഒരു ബെസ്റ്റ് നമ്പർ 9 എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിടിലൻ ഒരു സ്ട്രൈക്കറായിട്ട് ആൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രെൻഡിന്റെ ആ ഒരു പാസ് നമ്മൾ കണ്ടാണ്. ആളുടെ പാസിംഗ് ക്വാളിറ്റീസ് എടുത്ത് പറയേണ്ടായിരുന്നു, അത് മിസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആള് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഒരു കിടിലൻ ബോളാണ് വെച്ചു കൊടുത്തത്. ആളൊരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ അത് ഒരു ടച്ചിലൂടെ അത് ഫിനിഷ് ചെയ്തെന്നുള്ളതാണ്. ആ ഒരു കോംബോ കലക്കി എന്ന് വേണമെങ്കിൽ പറയാം. ശേഷം ഹൂൻസന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി, അങ്ങനെ ഒരു പെനാൽറ്റി വന്നു എന്നുള്ളതാണ്. അത് റയൽ സോസിഡാഡ് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്ത് അങ്ങനെ ഒരു 1-1 സമനില എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിരുന്നു ചേച്ചി. ഇതിപ്പോ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നത്. പിന്നെ വിനി ബാക്ക് ടു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ആ ഒരു ആ ഒരു പെർഫോമൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ബാലൻഡോർ അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആള് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആള് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു പെനാൽറ്റിയാണ് ആള്. പുള്ളിക്കറിയാം ബോക്സിൽ പുള്ളി അത്രയും ആ ബോൾ കൺട്രോൾ വെച്ച് പുള്ളി ഒന്ന് ട്രിബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എതിർ ടീം ഫൗൾ ചെയ്യുമെന്ന് പുള്ളിക്കറിയാം. അത് പുള്ളി മുതലെടുത്തു എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ പുള്ളി പെനാൽറ്റി വിൻ ചെയ്ത് പുള്ളി തന്നെ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഗോള്. പിന്നെ മൂന്നാമത്തെ നമുക്കറിയാം ഒരു ബാങ്കർ അടിക്കുന്ന ആളുണ്ട്. പുള്ളിക്ക് ഈ സാധാ ഗോളുകൾ അടിച്ച സാധാരണ പറ്റാറില്ല. സോ പുള്ളി ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ അടിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആളുടെ വീണ്ടും ഒരു കിടിലൻ ഗോൾ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ബാങ്കർ തന്നെയായിരുന്നത്. ആള് എന്താ പറയാ, ടീമിന് വേണ്ടി ഏതൊരു പൊസിഷനിലും കളിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. വാൽവരുടെ പോലൊരു പ്ലെയർ എല്ലാവരും ടീമിൽ വേണമെന്ന് ആഗ്രഹിക്കും. കാരണം ആൾ അത്രയും ടോപ്പ് നോച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഈ ഒരു ഫിനിഷിങ്ങിൽ ഉണ്ടായിരുന്നെല്ലാം ആ ഒരു ഫസ്റ്റ് ടച്ചും ഒരു കിടിലൻ കോർണറിൽ തന്നെ കൊണ്ടുപോയിട്ടെന്ന് പറയാം. അങ്ങനെ ഇപ്പൊ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. പക്ഷെ ബാഴ്സക്ക് ഒരു കളിയും കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ടൈറ്റിൽ റേസ് എന്തായാലും ടൈറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആൽവാരോ കരാരസ് എന്താ പറയാ, താങ്ക്സ് ടു മാൻ യുണൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ആ ബാഡ്ജിന് വേണ്ടി അത്രയും കളിക്കുന്നുണ്ട് ആള്. അപ്പൊ അവരുടെ എന്താ പറയാ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഇപ്പൊ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കംബാക്ക് ഏതായാലും കിടിലനായിട്ടുണ്ട്. ഒരു ഗോളും അടിച്ചിട്ടുണ്ട്. ടീമിന് ഒരു അത്യാവശ്യം നല്ല വിജയം തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ്. ബാക്ക് ടു ബാക്ക് ഇപ്പൊ വിക്ടറീസ് വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു. സോ പുള്ളി എന്താ പറയാ തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഭാഗത്തു നിന്ന് രണ്ടു മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടാണ് ആ സ്ട്രൈക്കർ പലപ്പോഴും റൊണാൾഡോ ഇല്ലാത്ത കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ ബോൾ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. പക്ഷെ പുള്ളി അത് കിടിലനായിട്ട് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ബാക്ക് ആണെങ്കിലും അടിപൊളി തന്നെ ആയിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ ഒരു ക്ലീൻ ഷീറ്റ് അടിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ കയ്യടി ഇപ്പൊ അവർക്ക് അർഹിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ അവരുടെ സെന്റർ ബാക്ക് കോമ്പിനേഷൻ ഒക്കെ ഇപ്പൊ ഇനിഗോ മാർട്ടിനസ് ആണെങ്കിലും ബാക്ക് ടു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബെക്ടോന്റെ കാര്യം എടുത്തു പറയണം. ആളുടെ ആ ഒരു സേവുകള്, സോ ഹീസ് ബാക്ക് ഇൻ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഫ്രീ കിക്കിന് ശേഷം കുറച്ച് സംഭവങ്ങൾ നടന്നായിരുന്നു. അവിടെ ബാക്ക് ടു ബാക്ക് ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ആള് സേവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാ ബാക്ക് ലൈൻ മൊത്തത്തിൽ ടോപ്പ് ആയിട്ടുണ്ട്, ടോപ്പ് ഫോം ആയിട്ടുണ്ടെന്ന് പറയാം. ഡിഫൻസ് എപ്പോഴും നമുക്ക് ടൈറ്റിൽ വിൻ ചെയ്യുമെന്നാണ് പറയാറ്. അതുപോലത്തെ ഒരു ക്ലീൻ ഷീറ്റ് അടിക്കാൻ പറ്റിയ ഭാഗത്തിൽ ടീം മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ 6 കളികൾ അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അൽ നസർ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഒരു ട്രോഫിക്ക് വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നതാണ്.